ഹർഷ. ഞാൻ നിലമേൽ ജിടെക്കിൻ്റെ സെൻട്രൽ ഡയറക്ടറാണ്. GSEMലെ കൊല്ലം കലോത്സവമാണ് നടക്കുന്നത്. വേൾഡ് തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ നെറ്റ്വർക്കായ ജിടെക്കിൻ്റെ ജില്ലാ കലോത്സവമാണ്. വളരെ മനോഹരമായിരുന്നു കലോത്സവം. കലോത്സവത്തിൻ്റെ പകുതിയിലെത്തി നിൽക്കുകയാണ്. സോളോ ഡാൻസ്, സോളോ സോങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും ആവേശോജ്വലമായിട്ടുള്ള ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കുട്ടികൾ, ഇതെല്ലാം നിലമേൽ സ്റ്റുഡൻസാണ്. കുറേ കുട്ടികളൊക്കെ അപ്പുറത്തൊക്കെ നിൽക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രോഗ്രാമിലോട്ട് പോവാണ്. താങ്ക് യു. ജിടെക്കിൻ്റെ GSUM സീസൺ 10 ആണ്. കൊല്ലം ജില്ലാ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഓരോ ജില്ല തിരിച്ച് GSUMൻ്റെ ഡിസ്ട്രിക്ട് തലത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇത് നടക്കുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ മെഗാ ഫിനാലെ നടക്കുന്നത് കണ്ണൂർ വെച്ച് ഫെബ്രുവരി 10-ാം തീയതിയാണ് നടക്കുന്നത്. ആ ഒരു ഇതിൽ മത്സരിക്കുന്ന ഏറ്റവും ഒന്നാം സ്ഥാനം കിട്ടുന്ന ടീമിന് 1 ലക്ഷം രൂപയും, രണ്ടാം സ്ഥാനം കിട്ടുന്ന ടീമിന് 50,000 രൂപയും, മൂന്നാം സ്ഥാനം കിട്ടുന്ന ടീമിന് 25,000 രൂപ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ രീതിയിലുള്ളൊരു കലാമത്സരമാണ് ഇവിടെ നടക്കുന്നത്. ജിടെക് 23 രാജ്യങ്ങളിലായിട്ട് 700-ൽ പരം സെൻറ്ററുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. 26 ലക്ഷത്തിലധികം അലുമിനി സ്റ്റുഡൻസ് നമ്മുടെ ജിടെക്കിനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 1,62,000 അഡ്മിഷനാണ് കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റുഡൻസ് ജിടെക്കിലൂടെ പഠിച്ചിരിക്കുന്നത്. അതിലപ്പുറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം ജിടെക്കിൽ പഠിച്ച 30,000 സ്റ്റുഡൻസിന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതും കൂടെ അതിൽ വളരെ വലിയൊരു കാര്യമായിട്ട് ജിടെക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കലാമത്സരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ അക്കാദമിക് ലെവലിൽ കമ്പ്യൂട്ടർ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കോഴ്സുകൾ ഇന്ന് ജിടെക്കിലൂടെ പ്രദാനം ചെയ്യുന്നു. ലോകത്തെ ഏത് പ്രധാനപ്പെട്ട IT കമ്പനികൾ എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ ഓതറൈസ്ഡ് സെൻറ്ററാണ് ജിടെക്. എക്സാമിനേഷൻ മൈക്രോസോഫ്റ്റ് എടുത്താലും SAP എടുത്താലും ടാലിയോ, ക്യുബുട്സോ, അഡോബോ അങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ ഓതറൈസ്ഡ് സെൻറ്ററാണ് ജിടെക്. അപ്പം കേരളത്തിലെ ഏത് സ്റ്റുഡൻസിനും ധൈര്യമായിട്ട് വന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ജിടെക്. ജിടെക്കിൽ എല്ലാ സെൻറ്റേഴ്സിലും ഈ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. എല്ലാത്തിൻ്റെയും ഓതറൈസ്ഡ് എക്സാമിനേഷൻ സെൻറ്ററായിട്ട് ജിടെക് എല്ലാ സെൻറ്റേഴ്സും മാറിയിട്ടുണ്ട്. കൊല്ലത്ത് അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, കലാപരമായിട്ടാണെങ്കിലും അക്കാദമിക് ലെവലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 19 സെൻറ്റേഴ്സ് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ജിടെക്കിനുണ്ടെന്നുള്ളതും അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന് ഈ കലാമത്സരത്തിൽ നമ്മൾ 19 സെൻറ്റേഴ്സിൽ നിന്നുള്ള സ്റ്റുഡൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏകദേശം 1000-ഓളം പേർക്കുള്ള ഭക്ഷണങ്ങൾ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മത്സരങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ജിടെക്കിൻ്റെ എല്ലാ ഡയറക്ടേഴ്സും, നമ്മുടെ ഏരിയ സപ്പോർട്ട് ഓഫീസുണ്ട്, അതിൻ്റെ ഡയറക്ടറും ഏരിയ മാനേജറും എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ എന്നല്ല ലോകത്തെമ്പാടും ഏറ്റവും മികച്ച രീതിയിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളവരാണ്. ഏകദേശം 1000-ഓളം ബ്രാഞ്ചുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജിടെക്കിൻ്റെ ഫ്രാഞ്ചൈസീസും ബ്രാഞ്ചുകളുമൊക്കെയായി പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത പഠിച്ചിറങ്ങുന്നവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്തും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 50,000-ഓളം പ്രവർത്തിക്കുമ്പോൾ ജോലി കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടർ കേരളത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത്
അത് DTP എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പഠിച്ചത്. അതിൽ കോറൽ ഡ്രോ, പേജ് മേക്കർ, അങ്ങനെ ഒരേ സബ്ജക്റ്റുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് പഠിച്ചിട്ട് 1 മണിക്കൂറാണ് ക്ലാസ്. ഞാൻ കമ്പ്യൂട്ടർ സെന്ററിന്റെ പേര് പറയുന്നില്ല. അങ്ങനെ പഠിച്ച് സർട്ടിഫിക്കറ്റ് അന്ന് ഈ കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ നാട്ടുകാരുടെ വലിയൊരു അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം അന്ന് കമ്പ്യൂട്ടർ ഇറങ്ങുന്നതേ ഉള്ളൂ. ആരുടെയും കമ്പ്യൂട്ടർ ഇല്ല. കമ്പ്യൂട്ടറിനെ കാണാൻ കിട്ടാൻ പാടുള്ള ഒരു കാലം. അങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചു, സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു. വലിയ വിജയമാണെന്നൊക്കെ ആളുകളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ ചോദിക്കും എവിടെ പോകാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി പറയും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാറുണ്ട്. അത് അത്ര വലിയൊരു ആളുകൾക്ക് അക്സസബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല കമ്പ്യൂട്ടർ. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത്. അങ്ങനെ കമ്പ്യൂട്ടർ പഠനമൊക്കെ കഴിഞ്ഞു. ഒരിക്കലും എൻ്റെ ഒരു ബ്രദറിന്റെ കൂടെ ഡൽഹിയിൽ പോയി. അദ്ദേഹം ഡൽഹിയിൽ ഹരിയാന പെട്രോളിയം വികസന മിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് തപ്പിച്ചെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു JK വർഗീസ് ഉണ്ട്. അദ്ദേഹം അന്ന് ആസ്ത സജീവ എന്ന് പറഞ്ഞൊരു മെഡിസിൻ കമ്പനിയുടെ ഓയിലിന്റെ ഹെഡാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ എന്റെ ജ്യേഷ്ഠൻ, അച്ഛന്റെ ജ്യേഷ്ഠന്മാരാണ്, അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ഇവരെ നാട്ടിൽ നിന്ന് വന്നാണ്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. അപ്പൊ തപ്പിച്ചൻ ചോദിച്ചു, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു. അപ്പൊ ഞാൻ എന്റെ അഭിമാനത്തോടുകൂടി പറഞ്ഞവരെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടാണ് വന്നത് എന്നിട്ട് പൊങ്ങച്ചത്തോടുകൂടി പറഞ്ഞു. അപ്പൊ തമ്മിൽ പറഞ്ഞാണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ കയറിയിട്ട് പേജ് മേക്ക് ചെയ്ത് അതിനകത്തേക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പേജ് മാറ്റം. അപ്പൊ ഞാൻ ഇതൊക്കെ നിസ്സാര നമ്മളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന ഭാവത്തിൽ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ, ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് എന്നെനിക്ക് അറിയില്ല. നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിലോട് വരുമ്പോൾ ഈ കമ്പ്യൂട്ടർ ഓണാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോകും, അടുത്ത ആൾ വരുമ്പോൾ ഓണാണ്. നമ്മൾ പഠിക്കുന്നു, പോകുന്നു എന്നുള്ളതിനപ്പുറം ഇതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് നമ്മളെ ആ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അത്ര വലിയ വിദ്യാഭ്യാസം കിട്ടിയിട്ടും വലിയ ആളാണെന്ന് പോയിട്ടും ഇത് ഓൺ ആക്കുന്നത് പഠിച്ചിട്ടില്ല. നിങ്ങൾ പറയാം നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിൽ കടന്നു ഓണാണ് കമ്പ്യൂട്ടർ. നമ്മൾ പഠിച്ചിട്ട് പോകും, പിന്നീട് അടുത്ത ആൾ പഠിക്കും. ഇത് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും നമ്മൾ പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്നോട് ഈ തമ്പിച്ചാൻ പറഞ്ഞത് G-Tech എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മൾ പോയി പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ആദ്യം G-Techനെ പറ്റി കേൾക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനം ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആണ്. ഇതിൽ പഠിച്ചിറങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലെത്തും. എനിക്ക് സംഭവിച്ചതുപോലെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ അധ്യാപകർ കൃത്യമായി നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകും. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ വലിയ ഉന്നതികളിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല G-Techന് മാത്രമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഏറ്റവും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് G-Tech. റോബോട്ടിക് അടക്കമുള്ള AI ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് G-Tech. ഞാൻ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ 14 രാജ്യങ്ങളിലായിട്ട് പബ്ലിച്ച് നടത്തുന്ന ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയാണ് G-Tech. ഇന്ത്യയിലെ മാത്രമല്ല അല്ലാണ്ട് ലോകത്ത് 14 രാജ്യങ്ങളായിട്ട് തുറന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ച ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് മറ്റ് ഇതിൻ്റെ ഡയറക്ടർ